നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടിയുടെ കുറച്ച് ഫങ്ഷനുകളൊക്കെ നമ്മൾ മുന്നേ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സ്പോർട്സ് മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഉണ്ടാ എക്കണോമി മോഡിലേക്ക് നമുക്ക് മാറ്റാം. അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഡിസ്പ്ലേ നോക്കിയിട്ട് വണ്ടി പെട്രോളാണോ ഡീസലാണോ എന്നങ്ങനെ കണ്ടുപിടിക്കാം. അത് നമ്മൾ പറഞ്ഞു. കണ്ടോ 8 വരെ അവിടെ ഉള്ളതുകൊണ്ട് അത് പെട്രോൾ വണ്ടിയാണ്. ഡീസൽ വണ്ടിക്കകത്താണെങ്കിൽ 6 വരെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലേറ്റർ ഔട്ടാതെ നമുക്ക് ഏത് സ്പീഡിലാണ് പോകണ വണ്ടി ആ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. ആക്സിലേറ്റർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത് പ്ലസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കൂടും, മൈനസ് ചെയ്ത് കൊടുത്താൽ കുറയും. പിന്നെ ബ്രേക്കിൽ കാല് വെച്ച് കഴിഞ്ഞാൽ അപ്പം അത് ഓഫായി പോകും. പിന്നെ നമ്മൾ റീസെറ്റ് ചെയ്യണം രണ്ടാമത്. ഇതൊക്കെ നമ്മുടെ റോഡിലൊന്നും ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ റോഡിലൊക്കെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് നമ്മുടെ കൺട്രോളിൽ നമ്മുടെ കയ്യിൽ നിന്നില്ല എന്ന് വരും. പിന്നെ ഇതൊക്കെ അറിയാവുന്ന എല്ലാവർക്കും. ഇത് ഗ്ലാസ് കണ്ടില്ലേ? ഗ്ലാസ് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് വല്ല പാർക്ക് ചെയ്യുമ്പോൾ വണ്ടിയൊക്കെ ബ്ലോക്ക് ആവണമെങ്കിലേ തട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അത് പ്രസ് ചെയ്താൽ അത് ഇങ്ങോട്ട് ആവും. പിന്നെ ഇത് ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഉണ്ടോ? അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ പഠിക്കാം. പിന്നെ ഇത് ഗിയർ സിസ്റ്റം. ഇതിപ്പം നമ്മൾ പാർക്ക് ഇട്ടിരിക്കുവാണ് വണ്ടിയെ. ഉണ്ടാക്കിയ റിവേഴ്സായി, ന്യൂട്രൽ, ഡ്രൈവ് മോഡ്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് കിടക്കുക. ഇതിന് നമുക്ക് മാനുവലാക്കി ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് വലിച്ചിട്ടാൽ മതി. കേട്ടോ, ഇങ്ങനെ അനുസരിച്ച് പ്ലസ് ഇടുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും, മൈനസ് ഇടുന്നതനുസരിച്ച് കുറഞ്ഞു വരും. ഇപ്പം ന്യൂട്രലാക്കി പാർക്കിംഗ് ഇട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹാൻഡ് ബ്രേക്ക് നമ്മൾ എപ്പോഴും ഇല്ലേ എങ്ങനെ സാധാരണ വലിച്ചിടാറുള്ളൂ, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ വലിച്ചിട്ട് ഇത് പ്രയോജനം ഉണ്ടാകത്തില്ല. ഹാൻഡ് ബ്രേക്ക് നമ്മളെപ്പോഴും ഉണ്ടാ ഈ സൗണ്ടോടുകൂടി തന്നെ വലിച്ചിടണം, എന്നാലേ അതിൻ്റെ ലോക്ക് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇടണം. പിന്നെ ചില വണ്ടിയുടെയൊക്കെ ഓട്ടോമാറ്റിക് ഗിയറുള്ള വണ്ടിയുടെയൊക്കെ ചാവി നമ്മളിടാറുണ്ട്. അപ്പോൾ അത് റിലീസ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ പാർക്കിങ്ങിൽ ഇട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വേറെ വണ്ടിയുടെയൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അടിപൊളിയല്ല സ്റ്റിയറിങ്?